പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമായ കാലുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സുരമുള്ളവനായി, 1000 സൂര്യനെ പോലെ ശോഭിക്കുന്നവനായി ആ തേജോരൂപിയായ ദൈവം ഈ പന്തലിലൂടെ നടകൊള്ളുകയാ. തേജസ് വാരി ചുറ്റിക്കൊണ്ട് രക്തം അവൻ നമ്മുടെ നടുവിലൂടെ നടക്കുകയാ. ഇതുവരെ നിന്റെ ഫയല് ദൈവം എടുത്തില്ലെങ്കിൽ ഇന്ന് ഉറപ്പ് തരിക, നിന്റെ ഫയൽ അവൻ എടുക്കും, നിന്റെ ഫയൽ അവൻ എടുക്കും. ആ കൈകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കേ. നമുക്ക് തുല്യം ചൊല്ലാൻ ഈ ഭൂമി വേറൊന്നുമില്ല. യേശുവിനെ പോലെ തുല്യം ചൊല്ലാൻ ഒന്നും ഈ ഭൂമിയിലില്ല. ജീസസ്, നിന്റെ കുടുംബത്തിന്റെ ചരിത്രം യേശു തിരുത്താൻ പോകുകയാ. നിന്റെ സന്തതിയുടെ ചരിത്രം യേശു തിരുത്താൻ പോകുകയാ. ഒരു കാര്യം ശ്രദ്ധിച്ചേ, തുല്യം ചൊല്ലാൻ വേറെ ആരുമില്ല. ഒരു ചോദ്യം, യേശുവെന്ന് വിളിക്കാൻ ഇറങ്ങിയ നിന്റെ കുടുംബം ഇന്നും ദാരിദ്ര്യത്തിലും നിന്നയിലും പൈശാചികത്വത്തിലുമാ. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കാലത്ത് ഇതിനൊരു വിടുതൽ ഉണ്ടായില്ലെങ്കിൽ നിന്റെ സന്തതിയുടെ കാലം എന്തുവായിരിക്കും? നീ തീരുമാനിക്കണം. എന്റെ കാലം കൊണ്ട് ഈ ചരിത്രം അവസാനിക്കണം. എന്റെ കാലം കൊണ്ടൊരു പുതിയ ചരിത്രം തുടങ്ങിയേ പറ്റൂ. എന്റെ സന്തതിയുടെ കാലത്തൊരു നന്മ വെളിപ്പെട്ടേ പറ്റൂ. അത് അംഗീകരിക്കുന്നവർ 2 കൈകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കേ. നമ്മൾ ഒന്നിച്ച ദൈവത്തെ ആരാധിക്കാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. കൈകൾ ഉയർത്തി പിടിച്ചോ. ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സുന്ദരേ, I love you, Daddy. അങ്ങേ മാറും ചാരുന്നു ഞാൻ. ജീവനേ സുന്ദരേ, അങ്ങേ മാറും ചാരുന്നു ഞാൻ. കൈകൾ ഉയർത്തിക്കൊണ്ട് ആരാധന കൈകൾ വീശിക്കൊണ്ട് സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന് ആകാശം രണ്ടായി വലിച്ചു കീറിക്കൊണ്ട് നിനക്ക് വേണ്ടി യേശു ഇറങ്ങി വരികയാ. പ്രേമഗീതമാ എന്റെ യേശുനാഥനേ, എൻ പ്രേമഗീതമാ എന്റെ യേശുനാഥനേ. I love you, Daddy. എൻ ജീവനേ വലിയതാ നിന്റെ ജീവനേക്കാളവൻ വലിയവൻ. എൻ ജീവനേ വലിയതാ എനിക്ക്. സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആരാധന ആ കൈകൾ വീശിക്കൊണ്ട് ആരാധന ജീസസ്. ആരാധന ആരാധന ഒരിക്കൽ കൂടെ
ഒരു അനുഗ്രഹം കർത്താവ് നമുക്ക് തരും. അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്തുകൊണ്ട് അവർ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരാൾ മറ്റൊരാൾക്ക് കൈ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടുവാൻ തുടങ്ങി. ഒരനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടുവാൻ തുടങ്ങി. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നല്ല വചനമോർത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ പോയ ശുശ്രൂഷകന്മാർ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് പറയുക, നീ ഞങ്ങളെ അയച്ചു, ഞങ്ങൾ പോയി, ഞങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ഇന്ന് വരെ കീഴടങ്ങാത്ത പലതും ഞങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ തുടങ്ങി. ഇവിടെ നിന്നോടൊരു സന്ദേശം ഞാൻ പറയാം. ഇതുവരെ കീഴടങ്ങാത്ത പലതും എന്റെ ദൈവം ഇന്ന് കീഴടങ്ങാനുള്ള കൃപ കർത്താവ് തരുന്ന ദിവസമായിരിക്കും. നിന്റെ സ്വഭാവത്തിൽ കീഴടങ്ങാത്തതുണ്ടെങ്കിൽ, രോഗങ്ങൾ കീഴടങ്ങാത്തതുണ്ടെങ്കിൽ, ശാപങ്ങൾ കീഴടങ്ങാത്തതുണ്ടെങ്കിൽ, ഈ നാമത്തിന്റെ മുമ്പിൽ സകല ശക്തികളും ഇന്ന് കീഴടങ്ങാൻ പോകുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആ 70 പേരുടെ ചരിത്രം വിവരിക്കുന്നു. വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 10 verse 1. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തത് കാണാനല്ല, നോക്കാനല്ല, കേൾക്കാനല്ല, പറയാനല്ല, മറിച്ച് ഒരു കൊയ്ത്തുണ്ട്. ആ കൊയ്ത്ത് കൊയ്യിക്കാൻ വേണ്ടിയാ. കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. അവരുടെ ഇടയിൽ നോക്കിയാൽ പിന്നെയും ഒരു ഗ്രൂപ്പിനെ കാണാം, 3 പേരുള്ള ഗ്രൂപ്പ്. എന്നാൽ അവരെ കൂടാതെ കർത്താവ് 70 പേരെ കൂടെ തെരഞ്ഞെടുത്തു. എന്തിനാ? അവരെ കൊണ്ട് ഒരു കൊയ്ത്ത് നടത്താൻ വേണ്ടിയാ. എന്റെ ഇന്നത്തെ ശുശ്രൂഷയിലെ ചിന്താ വിഷയം, ആർക്കൊക്കെയോ എന്റെ ദൈവം ഇന്നൊരു കൊയ്ത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദാരിദ്ര്യം നിന്റെ വീട്ടിൽ കൊടികുത്തി വാഴുമ്പോൾ, തകർച്ച നിന്റെ വീട്ടിൽ ഒന്നിനൊന്ന് പുറകെ നിന്റെ കുടുംബത്തിൽ തകർച്ച വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാ പറയുക, നിനക്കൊരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ഒരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു ദൂത് തുടക്കത്തിലെ പറയാം. നീ കൊയ്യാൻ തടസ്സം നിൽക്കുന്നത് എന്തോ അതിന്ന് കർത്താവ് എടുത്തു മാറ്റാൻ പോകുകയാ. ഇന്നിവിടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് വരെ വിടുതൽ നടന്നുകൊണ്ടിരിക്കും. വിളിച്ചു പറയണം, 2012 കരച്ചിന്റെ വർഷമല്ല, ഒരു കൊയ്ത്തിന്റെ വർഷമാ. 2011 അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ യേശു നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോ, ഇന്ന് ചിലരുടെ കയ്യെ കൊയ്യാൻ കർത്താവ് സജ്ജമാക്കി മാറ്റാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാ, നിനക്കൊരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. അതിനെ തടയാൻ ഒരു ജാതികൾക്കും കഴിയത്തില്ല, ഒരു ശക്തികൾക്കും കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒരു കൊയ്ത്ത് വേണമെന്ന്? ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, എനിക്കൊരു കൊയ്ത്ത് വേണം, എനിക്കൊരു കൊയ്ത്ത് വേണം. നിന്നെ നോക്കി നിന്റെ അയൽപക്കത്തുകാർ, നിന്റെ ദേശത്തുകാർ നിന്റെ വീട് മുടിഞ്ഞെന്ന് പറഞ്ഞെടുത്ത് കർത്താവ് പറയാം, നിനക്കൊരു കൊയ്ത്ത് തരാം. നിന്റെ സന്തതിയുടെ കാലത്ത് പോലും അവസാനിക്കാത്തൊരു കൊയ്ത്ത്, നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരു കൊയ്ത്ത് എന്റെ കർത്താവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഒരു കൊയ്ത്ത് മുമ്പിൽ വരുന്ന കണ്ടോണ്ടേലും ഒന്ന് ചിരിക്ക്. ടെൻഷൻ അടിച്ച് BP കൂട്ടണ്ട. നിന്റെ രോഗമൊക്കെ ഇപ്പം കർത്താവ് എടുത്തു മാറ്റും. എനിക്കറിയാം, ഒരു അനോയിന്റിങ് ഈ ടെന്റിനകത്ത് റിലീസ് ആയിട്ടുണ്ട്. ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ഒരു ദൈവിക വെളിച്ചം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ചിലരെ കർത്താവ് തൊടുന്ന ദിവസമാ. വചനം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. ഒരു കൊയ്ത്ത് കർത്താവ് തരാൻ പോകുകയാ. 70 പേരെ കർത്താവ് നിയമിച്ചു. നീ പോകുന്നിടത്തൊക്കെ ഒരു കൊയ്ത്തുണ്ടാകണം. നിന്നെ നിന്ദിച്ചവർ പറയണം, അവന്റെ വീട്ടിലൊരു കൊയ്ത്തുണ്ട്.
അവന്റെ തലമുറയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. അവന്റെ ഓ ജീസസ് ജീസസ്. ആരും ആരെയും ശ്രദ്ധിക്കണ്ട. നിനക്കൊരു ആഹാ, ഇപ്പോൾ തന്നെ ചില റെഡിയായി കഴിഞ്ഞു, ചില റെഡിയായി കഴിഞ്ഞു. ഓ ജീസസ്, നിന്റെ മേൽ കിടക്കുന്ന പ്രവചനം ഇന്ന് സടകുടൻ എഴുന്നേക്കാൻ പോകുകയാ. നിന്റെ മേൽ കിടക്കുന്ന ദൂത് ഇന്ന് സടകുടൻ എഴുന്നേക്കാൻ പോവാ. ഓ ഒരു കൊയ്ത്ത് കർത്താവ് ഒരുക്കാൻ തുടങ്ങിയാൽ നിന്റെ കൊതി തീരാൻ തുടങ്ങും. ഇവിടെ ഒരു കൊയ്ത്ത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസമുണ്ടോ? ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് കർത്താവ് ഒരു കൊയ്ത്ത് തരും. നിനക്കൊരു കൊയ്ത്ത് തരും. ആരൊക്കെ നിന്നെ തടഞ്ഞു അവരോട് വിളിച്ചു പറ, യേശു നിനക്കൊരു കൊയ്ത്ത് തരും. ദൈവം ഒരുവന് കൊയ്ത്തൊരുക്കിയാൽ തടയാൻ ആർക്കും കഴിയത്തില്ല. നീ വിശ്വസിക്കണം, നിനക്കത് കർത്താവ് ഒരു കൊയ്ത്തൊരുക്കാൻ പോകുകയാ. നിങ്ങൾ ഒരു കാര്യം ചിലർ പറയാറുണ്ട്, എന്റെ ബ്രദറെ എങ്ങനെ കൊയ്ത്തുണ്ടാകാനാ? എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് എന്റെ ജോലി കൊച്ചു ജോലിയാ, എനിക്ക് ചെറിയ ശമ്പളമേ ഉള്ളൂ. ബ്രദർ, ഇതല്ല നിന്റെ ബുദ്ധിയിൽ നിന്ന് പറയുന്നതാ. ആ കൊയ്ത്തല്ല കർത്താവ് പറയുന്നത്. ആത്മാവ് നിനക്ക് ഒരുക്കാൻ പോകുന്ന കൊയ്ത്ത്. ബൈബിൾ പറയുന്നത് സൈന്യത്താൽ അല്ല, അത് ശക്തിയാൽ അല്ല, അത് ദൈവാത്മാവിനാൽ തന്നെ സംഭവിച്ചു തുടങ്ങുന്നു. നിനക്കൊരു കൊയ്ത്തു തരാതെ എന്റെ യേശു ഇവിടെ നിന്ന് പോകത്തില്ല. വായിക്കാം ഒരു വാക്യം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 26 വേഴ്സ് 12. വേഗത്തിൽ വായിക്കാം. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. അടുത്ത് നിൽക്കുന്ന കൈ കൊടുത്ത് വരാം. 100 മേനി വിളവ് കിട്ടി. 100 മേനി വിളവ് കിട്ടി. 2010 30 മേനിയാ കിട്ടിയത്. 2011 ജനുവരിയിൽ 60 മേനി കിട്ടി. പിന്നെയും 90 കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെ 30 പോയി. നിന്നോടാ ദൂത്. ഇന്ന് കർത്താവ് പറയുന്ന ഒരു സന്ദേശം, 100 മേനിയുടെ കൊയ്ത്ത്. വിശ്വസിക്കാമോ? നിന്നെ നിന്ദിച്ചവൾ നോക്കി നിൽക്കുമ്പോൾ നിന്റെ വീട്ടിൽ തമ്പുരാനെ കൊയ്ത്ത് വെളിപ്പെടുത്താൻ പോകുകയാ. നിന്റെ സന്തതിയിലെ കൊയ്ത്ത് വെളിപ്പെടുത്താൻ പോകുകയാ. നിന്റെ തലമുറയിലെ കൊയ്ത്ത്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുക. നിനക്ക് വർഷങ്ങൾ കൊണ്ട് കൊയ്യാൻ കൊതിയുണ്ട്, പക്ഷെ ഒരു നന്മ നിന്റെ വീട്ടിൽ വെളിപ്പെടുത്തത്തില്ലെന്ന് വാതുകെട്ടുന്ന പൈശാചിക ദുർമൂർത്തികളോട് എന്റെ ദൈവം കൽപ്പിക്കുകയോ, ഇന്നൊരു കൊയ്ത്ത് തരാൻ പോകുകയോ. നിനക്കൊരു കൊയ്ത്ത് ദൈവം തരാൻ പോകുന്നു. ആ കൈകൾ അടിച്ചൊരു ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തില്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് കൊയ്ത്തുണ്ടാകാൻ? ബൈബിൾ പറയുന്നു 100 മേനി കൊയ്ത്ത് നിനക്ക് കർത്താവ് തരും. ജീസസ് ഇസഹാക്ക് വിതച്ച ആണ്ടിൽ എത്ര മേനി കൊയ്തോ? 100 മേനി കിട്ടി. 100 മേനി. 30 മേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ബ്രദറെ. ചെറിയ വിടുതലുണ്ട്, അത് കഴിഞ്ഞു. അത് 2009. 2011 ഞാൻ ദൈവാത്മാവെ പ്രവചിക്കുക, 100% ഡെലിവറൻസ് വരാൻ പോകുന്നേ. 100% റിസൾട്ട്. 100 മേനിയുടെ കൊയ്ത്ത്. ഇനി എവിടുന്ന കൊയ്യുന്ന? യോഹന്നാന്റെ സുവിശേഷം എടുത്ത 4-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 35. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന്. യേശു ചോദിക്കുക, നിങ്ങൾ പറയും ഇനി 4 മാസം കൂടെ കഴിയണം കൊയ്യാൻ. എന്റെ ബ്രദറെ, വിതച്ചതേ ഉള്ളൂ, ഇനി 4 മാസം കഴിയണം കൊയ്യാൻ. അത് നിന്റെ ബുദ്ധി. ദൈവം പറയും തലപൊക്കി നോക്ക്. കൊയ്ത്തിന് വേണ്ടി നില ഒരുങ്ങി കിടക്കുന്നു. വിശ്വസിക്കാമോ? നിനക്കുള്ളത് ദൈവം ഒരുക്കിയിട്ടേക്കുക. നീ പ്രാപിക്കേണ്ട ദൈവം ഒരുക്കിയിട്ടേക്കുക. അടുത്ത് നിൽക്കുന്ന കൈ കൊടുത്ത് പറ, നീ പ്രാപിക്കേണ്ട കർത്താവ് ഒരുക്കിയിട്ടേക്കുവാന്ന്. ഹല്ലേലൂയ. എനിക്ക് പ്രാപിക്കേണ്ട കർത്താവ് ഒരുക്കിയിട്ടേക്കുക. പ്രാപിക്കേണ്ട ദൈവം ഒരുക്കിയിട്ടേക്കുക. നിനക്ക് പ്രാപിക്കേണ്ട ദൈവം ഒരുക്കിയിട്ടേക്കുക. അവൻ ഒരുക്കിയിട്ടിരിക്കുക. കരമുയർത്തിയ ഒരു നല്ല ഹല്ലേലൂയ പറ. ഒരു കാര്യം ഓർത്തോ, അവനോട് കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. നിന്നെ നിന്ദിച്ചവർ, നിനക്കെതിരെ മന്ത്രവാദം ചെയ്ത് നിന്റെ വഴിയടച്ച മന്ത്രവാദി ലജ്ജിച്ചെഴുന്നേക്കാൻ പോവുക. കാര്യം നിന്റെ വീട്ടിൽ കർത്താവ് കൊയ്ത്ത് തരാൻ പോവുക. നിന്റെ ചർച്ചക്ക് ജീസസ് അത് സംഭവിച്ചു തുടങ്ങുന്നു. എനിക്കറിയാം കർത്താവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ കാര്യം ചലിച്ചുകൊണ്ടിരിക്കുക. അവിടെ വായിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. കർത്തദാസൻ വായിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങൾ തലപൊക്കി നോക്കുവീൻ. നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുക. വായിച്ചേ.
നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും. അടുത്ത കേട്ടെ. സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. പിന്നെ വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. അടുത്ത വാക്യം. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഗ്ലോറി. മറ്റുള്ളവർ ശ്രദ്ധിക്കണം. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് നിങ്ങൾ കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഒന്നുകൂടെ കേട്ടെ. നിങ്ങൾ അധ്വാനിക്കാത്തത് നിങ്ങൾ കൊയ്യും. ആമേൻ. അടുത്ത കൈ കൊടുത്ത് പറ. അധ്വാനിക്കാത്തത് കൊയ്യുമെന്ന് പറ. ജീസസ്. ബ്രദർ, നിങ്ങൾ അതിൽ അധ്വാനിച്ചിട്ടില്ല, പക്ഷെ കൊയ്യാൻ പോവാ. നിങ്ങൾ അതിൽ ഒരു മിനിറ്റ് പോലെ മെനക്കെട്ടിട്ടില്ല, പക്ഷെ കൊയ്യാൻ പോകുകയാ. യേശുവ കൊയ്ത്ത് തരാൻ പോകുകയാ. നിങ്ങൾ അധ്വാനിക്കാത്തത് കൊയ്യാൻ പോകുകയാ. അടുത്തത്. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രവേശിക്കുകയാ. ആമേൻ. കർത്താവ് പറയുന്ന ഒരു ദൂത് കേട്ടെ. ഇതുവരെ കയറാത്തൊരു നന്മയിൽ കർത്താവ് നിന്നെ കയറ്റാൻ പോവുക. കൊയ്യാൻ ഇറങ്ങിയവൻ പറയുന്ന ദൂത് കേട്ടെ. കർത്താവേ, ഞങ്ങൾ അയച്ചു നീ കൊയ്യാൻ. ഞങ്ങൾ കൊയ്തപ്പോ ഒരു കാര്യം നടന്നു. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. വർഷങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തിൽ നിനക്കെതിരെ പോരാടിയവൻ ഇന്ന് നിനക്കുമ്പോൾ കീഴടങ്ങാൻ പോകുകയാ. ജീസസ്. നീ ചോദിച്ചു, ഈ ശാപത്തിൽ നിന്നൊരു വിടുതലില്ലയോ? ഈ മന്ത്രവാദത്തിൽ നിന്നൊരു വിടുതലില്ലയോ? ഈ ദേശാധിപതി വിടുതലില്ലയോ? ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയാം, അത് കീഴടങ്ങാൻ പോകുകയോ. വിശ്വാസമുണ്ടോ? മദ്യപിച്ചില്ല ഒക്കത്തില്ല എന്ന് പറയുന്ന നിന്നോടാ ദൂത്. ആ മദ്യത്തിന്റെ ദുർശക്തി നിനക്കുമ്പോൾ കീഴടങ്ങാൻ പോവാ. സ്തോത്രം, സ്തോത്രം. നിന്നെ തകർക്കുന്ന ശക്തി നിന്നെ മുമ്പിൽ കീഴടങ്ങാൻ പോകുകയാ. നിന്നെ മുട്ടിക്കുന്ന ശക്തി കീഴടങ്ങാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഒരു കൊയ്ത്തുണ്ടെന്ന്, ഒരു കൊയ്ത്തുണ്ട്. മനുഷ്യരൊരുക്കിയ കാര്യത്തിലല്ല, ദൈവം ഒരുക്കിയ ശ്രേഷ്ഠകരമായ കൊയ്ത്ത്. സ്തോത്രം. ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചേ. 100 മേനി ഫലം. ഇവിടെ ഒത്തിരി ബുദ്ധിയും കഴിവല്ല വേണ്ടി. യേശു ഇന്ന് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ മതി. വിശ്വസിക്കുന്ന സമയം അത്ഭുതം നടന്നിരിക്കും. സ്തോത്രം. മനുഷ്യർ കാണാത്ത വഴി കർത്താവിന്റെ കയ്യിലുണ്ട്. ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇന്ന് പകൽ ചിലതൊക്കെ കീഴടങ്ങാൻ പോകുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് നീ ആരാധന കഴിഞ്ഞ് നിന്റെ വീട്ടിൽ കാല് കുത്തുമ്പോൾ ചില ദുർശക്തികൾ കീഴടങ്ങാൻ പോകുകയാ. ചില പൈശാചിക ശക്തികൾ കീഴടങ്ങാൻ പോകുകയാ. ചില ദുർവ്യാപാരങ്ങൾ കീഴടങ്ങാൻ പോകുകയാ. അത്ഭുതങ്ങളുടെ കർത്താവാണ്. പറയുന്നതല്ല, ഇത് അത്ഭുത സാക്ഷ്യമാണ്. ഒരു ബെൽറ്റ് ധരിച്ചുകൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് കുനിയാൻ കഴിയത്തില്ല. 3 ഓപ്പറേഷൻ വയറ് നടന്നു. വയറ് വീർത്തു വരുന്നതിന് എത്ര വർഷം കൊണ്ട് ഈ ബെൽറ്റ് ധരിക്കുന്നു? 1.5 കൊല്ലം കൊണ്ട് ഈ ബെൽറ്റ് ധരിക്കുന്നു. ബ്രദർ ഒന്ന് കുനിഞ്ഞ് പൊങ്ങിക്ക്. മതി, പൊങ്ങിക്ക്. വേദനയുണ്ടോ?
ഓ, ഒരു ബലം ആ കാലിൽ വന്നു വന്നു വന്നു. കാലൊന്ന് കുടഞ്ഞ് ചെറുകെ ചെറുകെ. ജീസസ്. ഇനി ബെൽറ്റിന്റെ ആവശ്യമില്ല. ഒന്നുകൂടെ കുനിഞ്ഞു നോന്നേ. മതിയല്ലോ മതിയല്ലോ. ശരിയായോ? ശരിയായി ശരിയായി. 1.5 വർഷമായി കുനിയാതെ ബെൽറ്റ് കെട്ടി നടന്നവനെ കർത്താവ് ഇന്ന് ബെൽറ്റ് അഴിച്ചു മാറ്റുകയാണ്. Praise the Lord. ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ചുരുണ്ടു പോകുന്ന പോലെ തോന്നിയോ? വിറയ്ക്കുന്ന പോലെ തോന്നി? കർത്താവ് പറയാ, ഇനി നിനക്ക് അലർജി ഉണ്ടാകത്തില്ല. എത്ര വർഷം കൊണ്ട് ഈ അലർജി ഉണ്ട്? 4 വർഷമായി. ഇപ്പൊ നിനക്ക് തോന്നിയോ കർത്താവ് നിന്നെ തൊട്ടെന്ന്? ഇങ്ങോട്ട് വന്നപ്പോഴുള്ള പോലെയാണോ ആ പാട്? നോക്കിക്കേ, പാടുണ്ടോ ഇപ്പം? പക്ഷെ നേരത്തെ ഭയങ്കരമായി പാടല്ലായിരുന്നു മുമ്പ്. ഇന്നലെ നീ എന്നെ കാണിക്കുമ്പോൾ ഭയങ്കര പാടലായിരുന്നു വട്ടത്തില്. ഇപ്പോൾ അതില്ലല്ലോ. നോക്കി, ഇന്നലെ ഈ മനുഷ്യൻ എൻ്റെ അടുക്ക് ഈ കൈയും കൊണ്ട് വന്നതാ അല്ലായിരുന്ന ബ്രദറെ? ഇപ്പോൾ ആ പാടുണ്ടോ? ജീസസ്. യേശു സൗഖ്യമാക്കുന്ന കർത്താവാ. 4 വർഷമായി ഒരു വശം മുഴുവൻ തടന്നിട്ട് ഈ വടിയിലാണ് ഈ അമ്മച്ചി ഇവിടെ വന്നത്. ഇന്ന് വടിയില്ലാതെ ഈ അമ്മച്ചി നടക്കാൻ പോവാ. നടന്നോട്ടെ അമ്മച്ചി, നടന്നോട്ടെ. വടിയില്ലാതെ 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 എങ്ങും നടക്കാനൊക്കാത്ത അമ്മച്ചി. ഹല്ലേലൂയ. തുടർന്നുള്ളവർ കുതിച്ചുയരും, ഊമരല്ല സ്തുതി മുഴക്കോ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരല്ല സ്തുതി മുഴക്കും. എല്ലാരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ നടക്കാൻ? ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരം തന്ന് ഒരു കൊയ്ത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുക. ഞങ്ങളുടെ പ്രയർ ടീം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർ ഈ സമയം കണ്ണുകളെ അടച്ച് മുഴങ്കാലുകളിൽ നിന്ന് ആമി കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ നിൽക്കുക. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ലോകം മുഴുവൻ പവർ വിഷൻ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശുശ്രൂഷയെ അനുഭവിച്ച മക്കളെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ പോരാട്ടങ്ങൾ പൊട്ടട്ടെ, അവരുടെ കുടുംബങ്ങളെ ബന്ധിക്കുന്ന ശാപശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഇപ്പോൾ തന്നെ ഒരത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിന്റെ കൈ അവരെ തൊടുന്നുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥനയിൽ കാണുന്നു, തളർന്നു പോയ ശക്തി നഷ്ടപ്പെട്ടവരുടെ ശരീരത്തിൽ ശക്തികൾ വ്യാപരിക്കുന്നു. ശപിക്കപ്പെട്ട കുടുംബങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നു. പിശാചിന്റെ ശക്തികൾ ബന്ധിക്കപ്പെടുന്നു. പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിശ്ചയമായി യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ സാറ്റർഡേയും സൺഡേയും കോട്ടയം കൊടിമാത പാലത്തിന് അടുക്കൽ ഉള്ള ലയൺസ് ക്ലബിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളെ കൊണ്ടുവരിക. യേശു നിങ്ങളെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും നിങ്ങൾ കടന്നു വരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്ത ഫ്രൈഡേ നാം ഒന്നിച്ച് കൂടിക്കാണും വരെയും സർവശക്തനായ ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.